ഒന്ന് രാജാക്കന്മാർ 3:10. ശലോമോൻ ഈ കാര്യം ചോദിച്ചത് കർത്താവിന് പ്രസാദമായി. ദാവീദ് തൻ്റെ മകനായ ശലോമോന് രാജസ്ഥാനം കൊടുത്തു. ദൈവം രാജാവായ ശലോമോന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, നിനക്ക് വേണ്ടുന്ന വരം ചോദിച്ചുകൊള്ളുക എന്ന് ദൈവം അരുളി ചെയ്തു. നാം ആയിരുന്നുവെങ്കിൽ സമ്പത്തും വീടും കാറും ഒക്കെ ചോദിക്കുമായിരുന്നു. ശലോമോൻ ചോദിച്ചത് വളരെ വ്യത്യസ്തമായ അനുഗ്രഹമാണ്. ശലോമോന് പറയുവാൻ തൻ്റെ അപ്പനെക്കുറിച്ച് സാക്ഷ്യമുണ്ടായിരുന്നു. ദാവീദിന് ദൈവം കൃപ ചെയ്തു. അതിൻ്റെ കാരണം ദാവീദ് സത്യത്തോടും നീതിയോടും ഹൃദയപരമാർത്ഥതയോടും കൂടെ ദൈവമുൻപാകെ നടന്നു എന്ന് മകൻ പറയുന്നു. തന്നെയുമല്ല, പിന്തുടർച്ചയ്ക്കൊരു മകനെയും നൽകി എന്ന് ശലോമോൻ ദൈവസന്നിധിയിൽ പറയുന്നു. എത്ര ശ്രേഷ്ഠമായ സാക്ഷ്യം പിതാവിനെക്കുറിച്ച് പറയുവാൻ മകനായി. നമ്മെക്കുറിച്ച് നമ്മുടെ മക്കൾ പറയുന്നത് എന്തായിരിക്കും? ഇങ്ങനെ ദൈവമുൻപിൽ നടന്നു എന്ന് പറയുവാൻ കഴിയുമോ? ശലോമോൻ പറയുകയാണ്, ദൈവം ശലോമോനെ ദാവീദിന് പകരം രാജാവാക്കിയെന്ന്. അതിൽ ഒരു മനുഷ്യൻ്റെയും സ്വാധീനം ഇല്ല എന്ന്. അത് ദൈവപ്രവൃത്തിയാണ് എന്ന് ശലോമോൻ സമ്മതിക്കുന്നു. ദൈവപ്രവൃത്തിയാണ് എന്ന് മനസ്സിലാക്കുവാനുള്ള വിവേകം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. കാര്യാദികൾ നടത്തുവാൻ എനിക്ക് അറിവില്ല എന്ന് ദൈവത്തോട് പറയുന്നു. തൻ്റെ കഴിവില്ലായ്മയെ അംഗീകരിച്ച് ദൈവസന്നിധിയിൽ തന്നെത്താൻ താഴ്ത്തുന്നു. ദൈവം തിരഞ്ഞെടുത്ത, ദൈവം വർദ്ധിപ്പിച്ച ജനത്തെ ന്യായപാലനം ചെയ്യുവാൻ വിവേകമുള്ള ഒരു ഹൃദയം തരുവാനായി പ്രാർത്ഥിച്ചു. തന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് ദൈവജനത്തെയാണെന്നും ദൈവം തന്നെയാണത് ചെയ്തതെന്നും ശലോമോന് നല്ല ബോധ്യമുണ്ടായിരുന്നു. അത് ദൈവത്തെ അറിയിക്കുന്നു. ശലോമോൻ്റെ പിതാവിനോടുള്ള ബഹുമാനം, ദൈവസന്നിധിയിലുള്ള താഴ്മ, ദൈവത്തിൻ്റെ മഹത്വത്തെ പ്രകീർത്തിച്ചതൊക്കെ ദൈവത്തിന് ഇഷ്ടമായി. അതുകൊണ്ട് തന്നെ ദൈവം ശലോമോൻ്റെ ആഗ്രഹത്തെ ദാനമായി കൊടുത്തു. വിശേഷ വിവേകം മാത്രമല്ല, ബോണസായി ഒരുപാട് കാര്യങ്ങൾ നൽകി. അദ്ദേഹത്തെ ലോക പ്രശസ്തനാക്കി തീർക്കത്തക്ക വിധത്തിലുള്ളത് പലതും നൽകി മാനിച്ചു. നമ്മുടെ മക്കൾ നമ്മുടെ ഹൃദയം അറിഞ്ഞ് നമ്മോട് സംസാരിക്കുകയും ചോദിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നാം എന്ത് സന്തോഷിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞ് നാം ചോദിച്ചാലോ? നമ്മുടെ പ്രാർത്ഥനകൾക്കെല്ലാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ദൈവം മറുപടി നൽകും. സദൃശ്യവാക്യങ്ങൾ 15:8 നേരുള്ളവരുടെ പ്രാർത്ഥനയോ അവന് പ്രസാദം എന്ന് പറഞ്ഞിരിക്കുന്നു. കൊലോസ്യർ 2:3 അവനിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ടിരിക്കുന്നു എന്നെഴുതിയിരിക്കുന്നു. ദൈവഹിതമനുസരിച്ച് ദൈവപ്രസാദമാകും വിധം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മിൽ പ്രസാദിക്കുക തന്നെ ചെയ്യും. പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, അങ്ങയുടെ ഹിതപ്രകാരം പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഗോഡ് ബ്ലെസ് us all.